നമസ്കാരം, തേടൈ ന്യൂസിലേക്ക് സ്വാഗതം. ആമസോൺ കാടിന്റെ നടുവിൽ മനുഷ്യജീവിതത്തിന് തന്നെ ഭീഷണിയായ ഒരു നദി ശാന്തമായി ഒഴുകുന്നുണ്ട്. സമീപത്ത് ജീവിക്കുവാനാകാത്തത്ര ചൂടുള്ള ഒരു നദി. എന്നാൽ ഈ അപൂർവ നദിയെ അവിടുത്തെ തദ്ദേശവാസികൾ ഒരു പുണ്യ നദിയായാണ് കാണുന്നത്. 100 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടാകുന്ന ഈ നദിയിൽ നിന്ന് ആവി ഉയരുന്നത് നമുക്ക് വ്യക്തമായി കാണാം. നദിയിലേക്ക് വീഴുകയോ കയ്യോ കാലോ വെള്ളത്തിലേക്ക് നീട്ടുകയോ ചെയ്താൽ ഗുരുതരമായ പൊള്ളലുകളേക്കുകയോ മരണമോ ഒക്കെയാണ് ഫലം. ഇതിലേക്ക് വീഴുന്ന ഒന്നും ജീവനോടെ തിരിച്ചു വരില്ല എന്നാണ് പ്രദേശവാസികളുടെ മുന്നറിയിപ്പ്. ഷനൈ ടിംബിഷ്ക എന്നാണ് ഈ നദിയെ തദ്ദേശവാസികൾ വിളിക്കുന്നത്. ആമസോൺ മഴക്കാടിന്റെ ഉള്ളിലേക്ക് ഏകദേശം 9 കിലോമീറ്റർ അകലെയായാണ് നദി സ്ഥിതി ചെയ്യുന്നത്. ഒരിടത്ത് മിതമായ ചൂടോടെ ആരംഭിക്കുന്ന വെള്ളം ഒഴുകി ഒഴുകി തിളച്ച അവസ്ഥയിലേക്ക് എത്തുന്ന രീതിയിലാണ് ഇവിടെ കാണപ്പെടുന്നത്. ഈ ചൂട് മനുഷ്യനെയും മൃഗങ്ങളെയും ഒരുപോലെ അപകടത്തിലാക്കുന്നതാണ്. സാധാരണയായി ഇത്തരത്തിൽ ചൂടുള്ള നദികളും അരുവികളുമൊക്കെ അഗ്നിപർവ്വതങ്ങൾക്ക് സമീപമാണ് ഉണ്ടാകാറ്. എന്നാൽ ഈ നദി സജീവ അഗ്നിപർവ്വതത്തിൽ നിന്നും 100 കണക്കിന് കിലോമീറ്റർ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതാണ് ശാസ്ത്രജ്ഞരെയും ഗവേഷകരെയും അമ്പരപ്പിക്കുന്നത്. ബോയിലിംഗ് റിവർ എന്ന പേരിലും അറിയപ്പെടുന്ന ഈ നദി കിഴക്കൻ പെറുവിലെ ആമസോൺ മഴക്കാടിനുള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത്. പ്രദേശത്തിന്റെ സംരക്ഷകർ തദ്ദേശീയരായ അശാനിക ഗോത്രക്കാരാണ്. അവരുടെ വിശ്വാസപ്രകാരം ജലദേവതയായ യാകുമാമയുടെ അനുഗ്രഹമാണ് ഈ നദി. അതേസമയം ശാസ്ത്രലോകം ഇതിനെ അപൂർവമായ ഒരു ജിയോ തെർമൽ പ്രതിഭാസമായാണ് വിലയിരുത്തുന്നത്. 2022 യൂണിവേഴ്സിറ്റി ഓഫ് മിയാമിയിലെ ഗവേഷകർ നടത്തിയ പഠനത്തിൽ ഡീപ് ഹൈപ്പോതെർമൽ സർക്കുലേഷൻ എന്ന പ്രക്രിയയാണ് നദിക്ക് ഇത്രയും ചൂടുണ്ടാക്കുന്നതെന്ന് വ്യക്തമാക്കുന്നു. മഴവെള്ളം ഭൂമിയിലെ സുഷിരങ്ങളിലൂടെ ആഴത്തിലേക്ക് എത്തി അവിടെ ജിയോ തെർമൽ ഊർജം കൊണ്ട് ചൂടാവുകയും പിന്നീട് തിളച്ച അവസ്ഥയിൽ ഉപരിതലത്തിലേക്ക് ഉയർന്നു വരികയും ചെയ്യുന്നതാണ് ഈ പ്രതിഭാസത്തിന് കാരണം. ഭൂമിയുടെ അതിശക്തവും അനിയന്ത്രിതവുമായ സ്വഭാവത്തിന്റെ ഉദാഹരണങ്ങളിലൊന്നായി ഈ നദിയെ ശാസ്ത്രജ്ഞർ വിശേഷിപ്പിക്കുന്നു. ഇതുവരെ വാണിജ്യ ആവശ്യങ്ങൾക്ക് ഈ പ്രദേശം ഉപയോഗിച്ചിട്ടില്ല. നദിയെ പുണ്യമായി കാണുന്ന പ്രദേശവാസികളുടെ വിശ്വാസം മാനിക്കണം എന്നതാണ് ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്കുള്ള ഏക നിർദ്ദേശം.